ബിഗ് ബോസ് ലൈവിൽ നിന്നാണ്. നിവിനും ആദിലയും ശൈത്യയും കൂടി ബെഡ്റൂമിലിരിക്കുകയാണ്. അപ്പം നിവിൻ അവരോടായി പറയുന്നുണ്ട്, ശൈത്യയോടായിട്ട് പറയുകയാണ്, ഞാൻ ഒരിക്കലും നിന്നെ ചതിക്കത്തില്ല, നീ ഒരു നല്ല ഹൃദയത്തിൻ്റെ ഉടമയാണ്, അതുകൊണ്ട് ഞാൻ ചതിക്കത്തില്ല. അപ്പം ശൈത്യ നിവിനോട് പറയുന്നുണ്ട്, താങ്ക് യുടാ. അപ്പം ആതിര ചോദിക്കുന്നുണ്ട്, നീ എന്നെ ചതിക്കുമോടാ? അപ്പോൾ ഉടനെ നിവിൻ പറയുന്നുണ്ട്, ഞാൻ തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി നിന്നെ ഞാൻ ചതിച്ചിരിക്കും. കാരണം ഇതൊരു ഗെയിമാണ്, ഞാനൊരു ഗെയിമറാണ്. നിന്നെ ഞാൻ ചതിക്കും, നീ നല്ല ബാക്കി ഇവിടെയുള്ള എല്ലാവരോടും ഞാൻ ചതി കാണിക്കും, ഞാനൊരു ഗെയിമറാണ് എന്ന് നിവിൻ പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നിവിൻ തൻ്റെ തലമുടിയെ പറ്റിയുള്ള ഓരോ കാര്യങ്ങൾ പറയാണ്. കുളിച്ച് കഴിഞ്ഞിട്ട് സ്ത്രീകൾ എങ്ങനെയാണോ മുടി മുകളിലേക്ക് ടവൽ വെച്ച് പൊന്തി വെക്കുന്നത്, അതേപോലെ നിവിൻ വെച്ചുകൊണ്ടാണ് അവിടെ നടക്കുന്നത്. ഇന്ന് രാവിലെ വൈൽഡ് കാർഡ് എൻട്രികളും ബിഗ് ബോസ് ഹൗസിലെ അംഗങ്ങളും കൂടെ തമ്മിലുണ്ടായിരുന്ന ടാസ്കിൽ വൈൽഡ് കാർഡുകളെല്ലാം എല്ലാ ടാസ്കിലും ഏറ്റവും ബാക്കിലായിട്ട് നിർത്തിയിരുന്നത് ശൈത്യയാണ്. ഇന്ന് നടന്ന ടാസ്കിൽ ഇവർ ആദ്യം തിരഞ്ഞെടുത്തതെല്ലാം കറക്റ്റായിട്ടുള്ള ആൾക്കാരെയാണ് തിരഞ്ഞെടുത്തത്. പക്ഷേ വീട്ടിലുള്ളവർക്ക് മനസ്സിലാവത്തില്ല, അവർ ഗെസ് ചെയ്തെടുക്കാൻ പാടില്ല, അങ്ങനെയുള്ളൊരു ഗെയിമായിരുന്നത്. ആ ഒരു മൈൻഡ് ഗെയിമിനകത്ത് ഈ ശൈത്യയെ എല്ലാ സമയത്തും ഏറ്റവും ലാസ്റ്റായിട്ടാണ് വന്നത്. അപ്പോൾ ശൈത്യയ്ക്ക് സ്വന്തമായിട്ട് തൻ്റെ കഴിവിലൊരു ഡൗട്ടായി തുടങ്ങിയിട്ടുണ്ട്. ശൈത്യ ഈ വീക്കിൽ തന്നെ പോകാനാണ് സാധ്യത. അനുമോളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിരുന്ന ശൈത്യ ഈ കഴിഞ്ഞ വീക്കിൽ പല സമയത്തും അനുമോൾക്കെതിരെ സംസാരിക്കുകയുണ്ടായി. അനുമോളെ ബാക്കിയുള്ളവരുടെ കൂടെ ചേർന്നിട്ട് ഒറ്റപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷൻ വരെ ശൈത്യയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഇന്നത്തെ ടാസ്കുകളെല്ലാം കഴിഞ്ഞാൽ പിന്നെ ശൈത്യ വളരെ സൈലൻറ്റിലേക്ക് പോയിരിക്കുകയാണ്. ഒരു കാര്യങ്ങളിലും ഇടപെടാതെ ഒറ്റപ്പെട്ട് ഒരു സൈലൻറ്റ് സോണിലോട്ട് പോയിരിക്കുകയാണ്. ആദില ഇപ്പോൾ കൂടിയിരിക്കുന്നെങ്കിലും ശൈത്യ വളരെ സൈലൻ്റാണ്. ശൈത്യയ്ക്ക് എന്തോ സ്വന്തമായിട്ട് തോന്നി തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ വീക്കിലെ തൻ്റെ പെർഫോമൻസ് വളരെ മോശമായിരുന്നിരിക്കണം. അതുകൊണ്ടാണ് വൈൽഡ് കാർഡുകൾ പോലും ഇപ്പോൾ ഒന്നിലും തൻ്റെ പേര് മുന്നേ പറയുന്നുമില്ല. എന്നാൽ ഇടയ്ക്കെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ശൈത്യയ്ക്ക് കുറച്ചെങ്കിലും ആശ്വാസമായേനെ. എന്നാൽ ഒരു ടാസ്കിനകത്ത് പോലും ശൈത്യ മുന്നേ അല്ല, എല്ലാത്തിലും ബാക്കിലാണ്. അപ്പം ശൈത്യയ്ക്ക് സ്വന്തമായിട്ട് തന്നെ തോന്നി തുടങ്ങിയിരിക്കുന്നു, ഈ വീക്കിൽ എവിക്ഷൻ ലിസ്റ്റിൽ ഏറ്റവും മുന്നിൽ ശൈത്യയായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഈ ആഴ്ച വീട്ടിൽ പോകേണ്ടുന്ന ഒരു സാഹചര്യമാണ് ശൈത്യയ്ക്കുള്ളത്.